ഹലോ നമസ്കാരം. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അക്കൗണ്ടൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അക്കൗണ്ടൻസി നമ്മൾ +1 മാത്രമല്ല പഠിക്കുന്നത്. +1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രിയിൽ പഠിക്കും. ഡിഗ്രിയിൽ മാത്രമല്ല, ഇപ്പൊ MBAക്ക് പോവുകയാണെങ്കിൽ MBA ഫസ്റ്റ് സെം നിങ്ങൾ പഠിക്കും. സോ ഈ സെയിം +1 അക്കൗണ്ടൻസി. സോ അക്കൗണ്ടൻസി അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഈ +1. നിങ്ങളുടെ എന്താ പറയുക, കരിയർ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അക്കൗണ്ടൻസി. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഞാനൊരു ഡിഗ്രി കഴിഞ്ഞ വ്യക്തിയാണ്, BCom. അതിനുശേഷം MBA എടുത്തപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. പിന്നെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോഴും അക്കൗണ്ടൻസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? അത് മനസ്സിലിരുത്തി വേണം നിങ്ങൾ പഠിക്കാൻ, അതായത് +1 നിങ്ങൾ പഠിച്ചെടുക്കാൻ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തിയറി പാർട്ടാണ്. ഓക്കെ, തിയറി പാർട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലാഗ് ഉണ്ടാവും. ഈ കണക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആ തിയറി പാർട്ട് അത്ര സൂചിച്ചു എന്ന് വരില്ല. സോ തിയറി പാർട്ട് പഠിച്ചാലേ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണക്കിലേക്ക് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മരികെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അപ്പം അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഈ വീഡിയോയിൽ ഒരു സമ്മറി പോലെ പറയുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അക്കൗണ്ടൻസി എന്താണ് എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് അക്കൗണ്ടിങ്? അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതുവാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആദ്യം അക്കൗണ്ടൻസി എന്താണ് എന്ന് എഴുതി തുടങ്ങാവുന്നതുമാണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടൻസി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അക്കൗണ്ടൻസി ഉണ്ട്. ഇപ്പം ഒരു ദിവസം വീട്ടിലെ ചെലവ് നമ്മൾ എഴുതുകയെന്നിരിക്കട്ടെ. ഓക്കെ, വരവ് എഴുതുകയെന്നിരിക്കട്ടെ. അപ്പം അച്ഛൻ ജോലിക്ക് പോയി, 1000 രൂപ. നമ്മൾ സാധനം മേടിച്ചു, വീട്ടിലേക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടുപൊടി മേടിച്ചു. പിന്നെ ചോറുണ്ടാക്കാൻ വേണ്ടി അരി മേടിച്ചു. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളും വരും. അപ്പം വരവും ചെലവും, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ അക്കൗണ്ടൻസിന്റെ ഭാഗമാണ്. അപ്പൊ ഒരു ദിവസം നീങ്ങണമെങ്കിൽ നമുക്ക് അക്കൗണ്ടൻസി വേണം. ഒരു കണക്ക് പോലെ തന്നെ, പക്ഷെ അക്കൗണ്ടൻസി എന്ന് നമ്മൾ ഇതിനെ പറയപ്പെടും. അപ്പൊ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ കാര്യം വേണം. ഇനി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് എന്താണ് വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ പറയുന്ന ഡെഫിനിഷനാണ് നിങ്ങൾ ഈ ഒരു മൊത്തം ബുക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഓക്കെ, ഈ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ബോഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ റൂൾസ് ഇറക്കുന്നതും, അതേപോലെ PCAOB എന്നൊക്കെ പറയും, അവരൊക്കെയാണ് നമ്മളിങ്ങനെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. US-ലുള്ള ഒരു ഇതാണ്. അവിടെ ഭയങ്കര റൂൾസ് ഒക്കെ ഭയങ്കര കട്ടിയാണ്. ഈ പണപരമായിട്ടുള്ള കാര്യങ്ങളിലും ഈ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടെ റൂൾ കട്ടിയാണ്. അപ്പൊ അവരിറക്കിയ AICPA ഇറക്കിയ ഒരു ഡെഫിനിഷൻ ആണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ്. അക്കൗണ്ടിങ് ഒരു കലയാണ്. ഓഫ് റെക്കോർഡിങ്, രേഖപ്പെടുത്തലുകളുടെ. റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്, ആ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളെ നമ്മൾ തരംതിരിക്കലിന്റെ. ഓക്കെ, ആൻഡ് സമ്മറൈസിങ്ങിനെ ഇതിനെ നമ്മൾ ചുരുക്കി കാണിക്കുക, അതായത് അർത്ഥവത്തായ രീതിയിൽ ചുരുക്കി കാണിക്കുക. ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ നമ്മൾ ചുരുക്കി കാണിക്കുക. സമ്മറൈസിങ്, ചുരുക്കുക ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. ആൻഡ് എന്ത് രീതിയിലായിരിക്കും? ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മണിയിലായിരിക്കും. പിന്നെ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ. അതായത് ഇപ്പം ഞാനൊരു കടയിൽ പോയി ഒരു സാധനം മേടിച്ചു, പുട്ടുപൊടി തന്നെ ആയിക്കോട്ടെ, പുട്ടുപൊടി മേടിച്ചു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനൊരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ പൈസ കൊടുത്തു, അയാൾ പുട്ടുപൊടി തന്നു, നമ്മൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു. എന്റെ പൈസ അങ്ങോട്ട് പോയി, അവിടെ നിന്ന് എനിക്കൊരു സാധനം കിട്ടി, അല്ലേ? ഇപ്പം 10 രൂപേന്റെ പുട്ടുപൊടി വന്നിരിക്കട്ടെ, 10 രൂപ അങ്ങോട്ട് പോയി 10 രൂപേന്റെ പുട്ടുപൊടി എനിക്ക് കിട്ടി. അതിന് ട്രാൻസാക്ഷൻ എന്ന് പറയും. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് വിച്ച് ആർ, അതെങ്ങനെയുള്ളതായിരിക്കണം? വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഈ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതും പിന്നെ ഈവൻസ്, സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയുള്ളതായിരിക്കണം? ഇൻ വിച്ചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഈവൻസും ഇത് രണ്ടും വിച്ച് ആർ
ഇത് രണ്ടും ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏതില് അക്കൗണ്ടിങ്ങിന്റെ അകത്ത്. അപ്പം അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ, പിന്നെ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. ഇന്റർപ്രറ്റിംഗ്, അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. ഇന്റർപ്രറ്റ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ പറ്റണം, അതിൽ നിന്ന് നമുക്കൊരു അർത്ഥം മനസ്സിലാകണം. ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്, അതുവഴി നമുക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ അന്നൊരു റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റണം. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ്, ഒരു കലയാണ്. എന്തൊക്കെയുള്ളത്? റെക്കോർഡിങ്, രേഖപ്പെടുത്തലുകളുടെ. അതായത് ഇപ്പൊ എനിക്ക് ഒരു മാസം 10,000 രൂപ സാലറി ഉണ്ട്, അത് നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇന്ന മാസം ഇലക്ട്രിസിറ്റി ചാർജ്, വാട്ടർ ചാർജ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്ന കാര്യമാണ്, പിന്നെ വീട്ടു ചെലവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തൂല. അതിനാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഇതിനെ തരം തിരിക്കും, ക്ലാസിഫൈങ്. വരവ്, ചെലവ്. എനിക്ക് സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വരവ്. ചെലവ് എന്ന് പറയുന്നത് എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെലവ്. ഓക്കെ, അപ്പം വരവ്. പിന്നെ റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്, ഇതിനെയൊക്കെ നമ്മൾ ചുരുക്കി കാണിക്കും. പിന്നെ സിഗ്നിഫിക്കന്റ് മാനർ, ഒരു പ്രത്യേക രീതിയിൽ. മനസ്സിലായോ? ഒരു പ്രത്യേക രീതിയിൽ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു രേഖപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇതിന്റെ അകത്ത് നമുക്ക് എത്രത്തോളം ലാഭം ഉണ്ടെന്നോ നഷ്ടം ഉണ്ടെന്നോ, അപ്പൊ അതിനെയൊക്കെ നമ്മൾ ചുരുക്കി കാണിക്കണം. അപ്പം സമറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, അത് എങ്ങനെയുള്ളതായിരിക്കണം? മണി ആയിട്ടുള്ള, ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. പിന്നെ എന്താ പറയുന്നത്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? അതൊരു കൊടുക്കലാണ്. കടയിൽ പോയി നമ്മൾ സാധനം 10 രൂപന്റെ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 രൂപയ്ക്കുള്ള സാധനം നമുക്ക് കിട്ടും, അയാൾക്ക് 10 രൂപ കൊടുക്കും. അതിനാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈവൻസ്. ഈവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്ദർഭം, സിറ്റുവേഷൻസ്. മനസ്സിലായോ? ഈവൻസ് ഇപ്പം എന്താ പറയാ, ഇപ്പൊ നമ്മള് ഒരു എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സന്ദർഭം, അത് എന്തായിരിക്കണം? വിച്ച് ആർ, ഇത് രണ്ടും ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതും എന്ത് ഇവന്റ് നടക്കുന്നതും അതിനൊക്കെ എന്തുണ്ടായിരിക്കണം? ഒരു ഫിനാൻഷ്യൽ ആയിട്ട് പരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ ക്യാരക്ടർ. ആൻഡ് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. എന്തുവഴി? അക്കൗണ്ടൻസി വഴി, അതായത് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. അപ്പം ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ രേഖപ്പെടുത്തുകയും ക്ലാസിഫൈയിങ്, എന്താണ്? തരംതിരിക്കുകയും ആൻഡ് ചുരുക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫിനാൻഷ്യൽ ക്യാരക്ടറുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, വ്യാഖ്യാനിക്കാൻ പറ്റും. ആൻഡ് അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് എവിടെ പോയാലും ഏത് ഉറക്കത്തിൽ പോയാലും പറയാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അത് ഒന്നുമില്ല, അവരാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു അവര് പറയുന്നത് പ്രകാരമാണ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ്, നിങ്ങളുടെ മനസ്സിൽ കൂടെ പോണ ഒരു കലയാണ്. ഒരു കലയാണ്. എന്ത്? രേഖപ്പെടുത്തലുകളുടെ. റെക്കോർഡിങ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ക്ലാസിഫൈങ്, തരംതിരിക്കലുകളുടെ. ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്, ഇതിനെയൊക്കെ നമ്മൾ ചുരുക്കി കാണിക്കും അർത്ഥവത്താക്കാൻ വേണ്ടി. സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, പക്ഷെ അത് എന്തിലുള്ളതായിരിക്കണം? ഇൻ ടേംസ് ഓഫ് മണി, പണം പരമായിട്ടുള്ളതായിരിക്കണം. പിന്നെ ഇതിനെ കുറിച്ചാണ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി സാധനം മേടിക്കുന്നു, അതിന്റെ ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഈവൻസ്, സന്ദർഭങ്ങൾ. വിച്ച് ആർ, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് എങ്ങനെയുള്ളതായിരിക്കണം? വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ, അതിനൊരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്, അതായത് ഇതിനെയെല്ലാം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെയും ഇതിനെയൊക്കെ രേഖപ്പെടുത്തി എന്ത് ചെയ്യുക? തരം തിരിച്ച് ചുരുക്കി നമുക്ക് എന്ത് ചെയ്യും? അതിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ റിസൾട്ട് എന്താണ് എന്ന്. ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്, അവിടെ കഴിഞ്ഞ പരിപാടി. അപ്പൊ ഇതാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം, അതായത് ഈ ഫുൾ ഇയർ, അതായത് +1 ഫുൾ ഇയർ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആദ്യം രേഖപ്പെടുത്തും. പിന്നെ എന്ത് ചെയ്യും? അതിനെ
ഇന്ന ഭാഗമായിട്ട് തിരിക്കും, വരവ് ചെലവ് എന്നുള്ള രീതിയിൽ. പിന്നെ അതിനെ ചുരുക്കി കാണാൻ നമ്മൾ പഠിക്കും. പിന്നെ അത് നോക്കിയിട്ട് നമുക്ക് അതിന്റെ അന്ന് റിസൾട്ട് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് അതിന് വ്യാഖ്യാനിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഡെഫിനേഷനിലുണ്ട് നിങ്ങൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഗുഡ് ഡേ, ബൈ.